വളരെ കൃത്യമായി കോടതി പറയുന്നത് കോടതി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഗവർണർ ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ, ഞാൻ ഈ വാർത്ത ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു, ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങൾ ആണ്. രാഷ്ട്രപതിയെ ആകട്ടെ, ഗവർണർ ആകട്ടെ, സുപ്രീം കോടതി ആകട്ടെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ അവരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് ഇടപെടാൻ സാധിക്കുമോ എന്ന ചോദ്യം കൂടി ഉണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ റഫറൻസിൽ. അതായത് ഭരണഘടനാ സ്ഥാപനമായ ഗവർണറുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാരം പ്രയോഗിക്കാൻ കോടതിക്ക് കഴിയുമോ എന്നതായിരുന്നു ചോദ്യം. അവിടെയാണ് വ്യക്തത വരുത്തിക്കൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായ ചുമതലയാണുള്ളത്, അതിനാരെയെങ്കിലും ആശ്രയിക്കേണ്ടതില്ല, പക്ഷേ ആ ചുമതല നിർവഹിച്ചേ മതിയാകൂ. അത് നിർവഹിക്കുന്നില്ല എങ്കിൽ ആ വിഷയത്തിന്മേൽ കോടതി ഇടപെടുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ളത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ തന്നെയാണ്. ആ സർക്കാർ ആണ് ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ബില്ലുകൾ തയ്യാറാക്കുന്നത്. ആ ബില്ലുകൾ നിയമമായി മാറണമെങ്കിൽ ഗവർണറുടെ ഒപ്പ് വേണം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്. പക്ഷേ അത് ഒപ്പുവെക്കുകയോ തള്ളുകയോ തിരുത്താൻ വേണ്ടി നിശ്ചയിക്കുകയോ ചെയ്യുക, അങ്ങനെ ആവശ്യമെങ്കിൽ ഭേദഗതികൾ വരുത്തുക, ആ ഭേദഗതികൾ വരുത്തിയ ബില്ലിന്മേൽ ഗവർണർ ഒപ്പുവെക്കുക, അതാണ് സാധാരണയായി സ്വീകരിക്കുന്ന സമീപനം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200-ഉം 201-ഉം ഗവർണർക്ക് ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നൽകുന്നുണ്ട്. അതായത് ഒരു സർക്കാർ സംവിധാനം വളരെ പെട്ടെന്ന് അനിവാര്യതയായി ബിൽ അവതരിപ്പിക്കുകയും അതിന്മേൽ ഉടനെ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അങ്ങനെ ഒപ്പുവെക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഗവർണർക്കില്ല. അതാണ് ആർട്ടിക്കിൾ 200-ഉം 201-ഉം നൽകുന്ന ഗവർണർക്ക് നൽകുന്ന പിന്തുണ. പക്ഷേ അതിൻ്റെ മറവിൽ അനിശ്ചിതകാലത്തേക്ക് ബില്ലുകൾ തടഞ്ഞുവെക്കുക, ബില്ലുകളിൽ തീരുമാനമെടുക്കുക എന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലൂടെ തന്നെ രാഷ്ട്രപതി നൽകിയിട്ടുള്ള റഫറൻസുകളിൽ വ്യക്തത കൈവരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ആണ് ഈ വിഷയത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തത്. മിഥുൻ, നിരവധിയായ ചോദ്യങ്ങൾ ആയിരുന്നു കോടതിയുടെ ഭാഗത്ത്, രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. അതിൽ സമയപരിധി നിശ്ചയിക്കാൻ ഈ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും കീഴ്ക്കോടതികൾ, ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലെ ഗവർണർ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നില്ല, അതിനുവേണ്ടി ഹൈക്കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനമെടുത്താൽ അത് ഭരണഘടനാ സ്ഥാപനമായ ഗവർണറുടെ മേലുള്ള കടന്നുകയറ്റമല്ലേ, അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലേ എന്ന ചോദ്യമുണ്ടായിരുന്നു. ഗവർണർക്ക് മുന്നിലെ ഭരണഘടനാപരമായ സാധ്യതകൾ, ഗവർണർക്ക് ലഭിക്കുന്ന പിന്തുണകൾ എന്തൊക്കെ എന്ന ചോദ്യമുണ്ടായിരുന്നു. അതിനായിരുന്നിരിക്കാം ഭരണഘടനാപരമായി ഗവർണർ സ്വതന്ത്രമാണ് എന്ന നിരീക്ഷണം കോടതി നടത്തിയത്. അതിനാരുടെയും അനുവാദം വേണ്ട, കോടതിയുടെ പോലും അനുവാദം വേണ്ട. അതായത് ഒരു ബിൽ ഒപ്പുവെക്കുന്നതിനോ ബിൽ തിരിച്ചയക്കുന്നതിനോ ഗവർണർക്ക് ഭരണഘടനാപരമായ അധികാരമുണ്ട്, ആ ബില്ലിന്മേൽ ഭേദഗതികൾ ആവശ്യപ്പെടുന്നതിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒപ്പം മന്ത്രിസഭയുടെ ഉപദേശം അനുസരിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. അതിനുള്ള മറുപടി കൂടിയാണിത്. അതായത് മന്ത്രിസഭ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതേപടി ഒപ്പുവെക്കുക എന്നതല്ല, ഗവർണർക്ക് വേണമെങ്കിൽ അത് തിരിച്ചയക്കാം, ഗവർണർക്ക് വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം, പക്ഷേ അതിലൊരു തീരുമാനം ഉണ്ടാകണം എന്നതായിരുന്നു ഏറ്റവും പ്രധാനം. ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ വ്യക്തത വരുത്തിയുള്ള നിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മിഥുൻ, ഒരു സർക്കാർ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനങ്ങൾ ഒന്നുകിൽ നിരുപാധികം തള്ളുക, അതല്ല എങ്കിൽ അംഗീകരിക്കുക, രാഷ്ട്രപതിയുടെ നിർദ്ദേശത്തിന് വേണ്ടി മുന്നോട്ട് പോവുക, ഇങ്ങനെയുള്ള ഓപ്ഷനുകളിൽ നിന്നുകൊണ്ട് അതിലൊരു അന്തിമ തീരുമാനമുണ്ടാകണം. അത് തന്നെയല്ലേ കോടതി പറഞ്ഞു വയ്ക്കുന്നത്? ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി ഇത്തരത്തിൽ ഒരു വ്യക്തത തേടുന്ന എന്ന രീതിയിൽ ചില റഫറൻസിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന 14 ചോദ്യങ്ങളിൽ പെടുന്നത്. അത് ഈ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അത് ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർണായക ഇടപെടൽ ഈ വിഷയത്തിലുണ്ടാവുകയും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ബില്ല് വന്നാൽ അതിൽ പിടിച്ചുവെക്കാനോ അല്ലെങ്കിൽ അത് ഏതൊക്കെ മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങൾ പ്രകാരം അത് പൂർണ്ണമായും തള്ളിക്കളയാൻ ഗവർണറെ സംബന്ധിച്ച് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിന് കൃത്യമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അതായത് ഗവർണറെ തള്ളിക്കൊണ്ടല്ല അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്, ഗവർണർ തന്നെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നു, ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. അതായത് ഒരു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് എപ്പോഴും സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന
സർക്കാരുകൾ തന്നെയാണ്. അവരുടെ മന്ത്രിസഭ നൽകുന്ന തീരുമാനങ്ങൾ അത് പൂർണ്ണമായും അംഗീകരിക്കാവോ അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എങ്കിൽ ആ ബില്ലുകൾ ഗവർണറുടെ മുന്നിലേക്ക് വരികയാണ് എങ്കിൽ അതിൽ ചില കാലതാമസങ്ങൾ ആദ്യം ഒരു നടപടിക്രമം എന്ന രീതിയിൽ ആദ്യം ഒരു ബില്ല് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ അത് നിയമമാക്കുന്നതിന് വേണ്ടി ഗവർണർക്ക് മുമ്പാകെ സമർപ്പിച്ചാൽ അത് ആദ്യഘട്ടം എന്ന രീതിയിൽ ഗവർണർക്ക് അത് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. അതിനുശേഷം അത് തിരിച്ചയക്കാം, നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള ഒരു നടപടിക്രമം അങ്ങനെ ഒരു നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതല്ല എങ്കിൽ മറ്റൊന്ന് ഈ ബില്ലുകൾ വീണ്ടും സ്വാഭാവികമായും ഗവർണർ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചയച്ചാൽ സ്വാഭാവികമായും വീണ്ടും ഒരു തവണ കൂടി സംസ്ഥാന സർക്കാരിന് വീണ്ടും ഗവർണർക്ക് മുമ്പാകെ ഈ ബില്ല് സമർപ്പിക്കാം. അങ്ങനെ വരികയാണ് എങ്കിൽ സാധാരണഗതിയിൽ ഇതൊക്കെ മുൻകാലങ്ങളിലുള്ള ഗവർണർമാരെല്ലാം തന്നെ അത് അംഗീകരിച്ച് അത് നിയമമാക്കി മാറ്റാറുള്ളതായിരുന്നു. അതിൽ ഒരു ഘടകം. മറ്റൊന്ന് എന്ന് പറയുന്നത് വീണ്ടും അതൊരു റിവ്യൂ എന്ന രീതിയിൽ വീണ്ടും അത് ഗവർണർക്ക് പിടിച്ചുവെക്കാം. അതിനുശേഷം രാഷ്ട്രപതിക്ക് മുമ്പാകെ ഈ ഒരു ബില്ല് അയക്കാം എന്നുള്ളതാണ് മറ്റൊരു നടപടിക്രമം. അതാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് അനിയന്ത്രിതമായി കൂടുതൽ സമയമോ അല്ലെങ്കിൽ കാലതാമസമോ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പരിഗണിക്കുന്ന ബില്ലുകൾ, നിർണായകമായിട്ടുള്ള ബില്ലുകൾ പരിഗണിക്കുമ്പോൾ ഇങ്ങനെ കാലതാമസം ഉണ്ടായാൽ അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊക്കെ തിടുക്കപ്പെട്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്നുകൂടി ഇത്തരത്തിൽ ഈ ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ 14 ചോദ്യങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു. അതിൽ കൂടി തീർപ്പ് വരുത്തുകയാണ് സുപ്രീം കോടതി എന്നുള്ളത് തന്നെയാണ്. അതായത് നിയമമായാൽ മാത്രമേ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് മുമ്പിലോ അല്ലെങ്കിൽ ഗവർണർക്ക് മുമ്പിലേക്ക് വരുമ്പോൾ അത് ഒപ്പിട്ടതിന് ശേഷം മാത്രം ബില്ലാവുകയാണ്. ബില്ലായാൽ മാത്രമേ കോടതിക്ക് ഇടപെടാൻ പറ്റൂ. പക്ഷേ ഇത്തരത്തിൽ അന്യായമായി ഇതൊരു തീർപ്പ് കൽപ്പിക്കാതെ അത് തടഞ്ഞു വെക്കുകയാണ് എങ്കിൽ അക്കാര്യത്തിൽ കോടതിക്ക് കൃത്യമായി ഇടപെടാൻ സാധിക്കും എന്നുകൂടി ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അതായത് രാഷ്ട്രപതി ചോദിക്കുകയും ചെയ്യുന്നു. അതായത് അതിൽ ചില വിമർശനങ്ങളും നേരത്തെ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, കോടതിയുടെ പരാമർശം താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? അതായത് വ്യക്തത വരുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് താങ്കൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിലവിൽ ഗവർണർക്ക് ഒരു ബില്ലിന്മേൽ അധിക കാലതാമസം വെച്ച് പുലർത്താൻ സാധിക്കില്ല, അതിലൊരു തീരുമാനം ഗവർണർ കൈക്കൊണ്ടേ പറ്റൂ എന്ന് തന്നെയല്ലേ കോടതി പറഞ്ഞു വെക്കുന്നത്? അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ നിയമസഭയിൽ പാസാക്കിയ ബില്ല് അത് ഗവർണർ അനിയന്ത്രിതമായി ഒരു കാരണവുമില്ലാതെ തടഞ്ഞു വെക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വത്തിനെതിരാണ്. ഗവർണറുടെ മുമ്പിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് അനുവാദം നൽകാം, അല്ലെങ്കിൽ നിയമസഭയ്ക്ക് തിരിച്ചയക്കാം. അതുമല്ലെങ്കിൽ ഇതിൽ വലിയ ഭരണഘടനാ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അയക്കാം. രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ യുക്തം അനുസരിച്ച് മറ്റ് നടപടികളിലേക്ക് പോകാം. ഇതൊന്നും ചെയ്യാതെ ഒരു ഗവർണർ അദ്ദേഹത്തിന്റെ പോക്കറ്റ് വീറ്റോ എന്ന് പറയും, അതായത് അനിശ്ചിതകാലത്തേക്ക് ഒരു ബില്ല് തടഞ്ഞു വെക്കുന്നത് നിയമപരമായിട്ട് ശരിയല്ല. ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഗവർണർ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച് ബില്ലുകൾ തടഞ്ഞു വെക്കുകയാണെങ്കിൽ കോടതിക്ക് ഇടപെടാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെയും ഇതേ പ്രശ്നം തന്നെയുണ്ട്. കോടതി എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടും? ഗവർണർക്ക് ഈ രീതിയിലുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം കോടതിക്കുണ്ടോ എന്നുള്ളതാണ് വേറെ പ്രശ്നം. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ അനിയന്ത്രിതമായി